അനങ്കയക്ഷി അഥവാ മോഹയക്ഷി. ആ പാലമരത്തിൽ ഇപ്പോഴും അവൾ കാത്തിരിക്കുന്നുണ്ട്. വെളുത്ത നിറം കണ്ട് വശീകരിക്കപ്പെടരുത്. അവളുടെ കണ്ണുകളിലെ സൗന്ദര്യം വെറും മറ മാത്രമാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു ചിരിയുടെ നേരിയ ശബ്ദം. അവളുടെ നിഴൽ നിലത്തു വീഴില്ല. അവൾ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അവളുടെ അഴക് മാത്രമേ കാണാൻ കഴിയൂ. പക്ഷേ കണ്ണാടിയിൽ നോക്കിയാൽ മാത്രം അറിയാം നിങ്ങൾ പ്രണയിക്കുന്നത് നിങ്ങളുടെ തന്നെ അന്ത്യത്തെയാണ്. നാഗങ്ങൾ ദൈവങ്ങളാണ്, പക്ഷേ പാതാളയക്ഷികൾ ശാപമാണ്. ആഴമുള്ള കിണറുകളിലെ വെള്ളം ഒരിക്കലും പരിശുദ്ധമല്ല. അവിടെയാണ് അവൾ ഉറങ്ങുന്നത്. ആ കിണറിൻ്റെ ഭിത്തികളിൽ പായലായി പടർന്നിരിക്കുന്നത് പണ്ടെവിടെയോ അവൾ വിഴുങ്ങിയ മനുഷ്യൻ്റെ മുടിയാണ്. അവൾ വെള്ളത്തിൽ നിന്നും ഉയരുമ്പോൾ അവളുടെ കണ്ണിൽ കാണുന്ന തീവ്രമായ വിഷം നിങ്ങളുടെ ആത്മാവിനെ കരിച്ചു കളയും. കിണറ്റിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രതിബിംബം വെള്ളത്തിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. രാത്രിയിലെ പാടവരമ്പിൽ ഒറ്റയ്ക്ക് നടക്കുന്നവർ സ്വന്തം മരണത്തിലേക്ക് നടക്കുകയാണ്. ആ മഞ്ഞിൻ്റെ മറവിൽ ഒരു വിളക്ക് കണ്ടാൽ അടുത്തു പോകരുത്. ആ വിളക്ക് നിങ്ങൾ ചെന്ന് വീഴേണ്ട ചതുപ്പിൻ്റെ കൃത്യമായ അടയാളമാണ്. അവളുടെ രൂപം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള നെൽച്ചെടികൾ മുഴുവൻ അവളെപ്പോലെ നിങ്ങളെ നോക്കി ചിരിക്കും. ചെളിക്കുള്ളിൽ താഴ്ന്നു പോകുമ്പോൾ ചെളി നിറഞ്ഞ അവളുടെ കൈകൾ നിങ്ങളുടെ കാലിൽ പിടിക്കുന്നത് നിങ്ങൾക്കറിയാൻ കഴിയും. ഭൂമിക്കടിയിലെ ശബ്ദങ്ങൾ. പാറകളിൽ നിന്നും വെള്ളമിറ്റ് വീഴുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അത് അവളുടെ വരവാണ്. അവൾക്ക് ചിരിക്കാൻ അറിയില്ല. കാരണം അവൾ കണ്ടത് പാതാളത്തിലെ ഭീകരത മാത്രമാണ്. അവളുടെ വസ്ത്രമായി മാറുന്ന വെള്ളം അതും മനുഷ്യന്റെ കണ്ണുനീരാണ്. നിങ്ങൾക്കു ചുറ്റുമുള്ള തണുത്ത പാറകളിൽ നിങ്ങൾക്ക് അവളുടെ ശരീരം തൊട്ടറിയാൻ കഴിയും. അവൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്, നിങ്ങളെ പാതാളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ.